Good morning everyone. This is Gayatri Pradeep reporting from the second day of Silver Trophy. So ഇവിടെ നമ്മൾ അടുത്തുള്ളത് നമ്മുടെ വിന്നേഴ്സിന് കിട്ടാൻ പോകുന്ന ട്രോഫിയാണ്. ആൻഡ് കമ്മിങ് ടു ദ അൾട്ടിമേറ്റ് ട്രോഫി നമ്മുടെ ബോയ്സ് സെക്ഷനിലുള്ള വിന്നേഴ്സ് അണ്ടർ 19 കിട്ടുന്ന ട്രോഫിയാണിത്. സോ വാട്ട് ഡു യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ്? It's like ഒരു വലിയ trophy. It's like this trophy symbolizes like their hard work and their time they spent for practicing and everything they did in their past few years. It's their symbol. This is the symbol for that. Yeah, the hard work. Yes, exactly. ഈ ഒരു ട്രോഫി എന്ന് പറയുന്നത് ഇത്രയും വലുതാണെങ്കിലും ഇതിനേക്കാട്ടും വലിയ ഹാർഡ് വർക്ക് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും അവർക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ ഇവിടേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മളുടെ അണ്ടർ 19 ഗേൾസിനുള്ള വിന്നർ ട്രോഫിയാണുള്ളത്. ഇത് നമ്മളുടെ അണ്ടർ 19 റണ്ണർ അപ്പ് ട്രോഫി, ഇത് നമ്മുടെ അണ്ടർ 19 ബോയ്സ് റണ്ണർ അപ്പ് ട്രോഫി ആൻഡ് അണ്ടർ 13 ബോയ്സിൻ്റെ വിന്നർ ട്രോഫിയാണിത്. ഇനി നമ്മളുടെ ഈ ട്രോഫിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് നമ്മളുടെ ബിലൗഡ് പ്രിൻസിപ്പൽ ജോൺ മണ്ണാർത്തറ അച്ഛൻ്റെയാണ് ആൻഡ് മിസ്റ്റർ സതീഷ് ഹസ് ഓൾസോ ഹെൽപ്ഡ് ഹിം ഇൻ ദിസ്. സോ കമ്മിങ് ടു ദ റിട്ടൺ വേർഡ്സ് ഹിയർ ഫോർ ഗോൾഡ് ആൻഡ് ഗ്രെയിൽ. So gold and grail എന്ന് പറയുമ്പോൾ gold is the ultimate thing that you can achieve in life when it comes to basketball or any other athletes. So നിങ്ങൾക്ക് ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു ഗോൾഡ് മെഡൽ തന്നെയായിരിക്കും. സോ ദാറ്റ് സിംബലൈസസ് ഗോൾഡ് ആൻഡ് ഗ്രെയിൽ മീൻസ് ദ ഡീപ്പർ ഡ്രീംസ് ഓഫ് ദ ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്, ദ പാത്വേ ദാറ്റ്സ് ഗോയിങ് ടു ഗിവ് ദം ദ ഹയർ തിങ്സ് ദാറ്റ് ദേ അച്ചീവ് ഇൻ ലൈഫ്. സോ ഇതാണ് നമ്മളുടെ ട്രോഫിയുടെ വിശേഷങ്ങളൊക്കെ. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഇനി നമുക്ക് ഇവിടെ വന്ന് കുറച്ച് ഓഡിയൻസിനോട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. സോ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ദിവസമായി സിൽവർ ട്രോഫി. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം ഇതിപ്പം ആദ്യം ഇന്റർ ഡിസ്ട്രിക്ട് ആയിരുന്നല്ലോ. ഇപ്പം ഇന്റർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ഉണ്ടാവും പല പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അതെ, കോമ്പറ്റീഷനും കൂടി എല്ലാം അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. എന്തായിരിക്കും കൂടുതൽ കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് കൂടുതൽ എനർജി. ഡാൻസിനാണ് വന്ന ഇടയ്ക്ക് ഒരു ബ്രേക്കിന് ഡാൻസ് കളിക്കാൻ ഒന്ന് ചില്ലാക്കാൻ ജോളി ആക്കണ്ടേ. വൈബൊക്കെ ഓക്കെ അല്ലേ? കഴിഞ്ഞ വർഷത്തിനെക്കാട്ടും മാച്ച് ടൈറ്റ് മാച്ചാണ്. ഒന്നിനൊന്നില്ലാതെ എല്ലാവരും ഭയങ്കര സെറ്റാണ്. സോ അപ്പോൾ ഇവർ ഡ്രസ് കോഡൊക്കെ ഇട്ട് ഒരു അടിപൊളി ഡാൻസിന് വന്നിരിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇന്നിവിടെ സിൽവർ ഹിൽസ് ട്രോഫീൻ്റെ സെക്കൻഡ് ഡേ ആണ് നടക്കുന്നത്. വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തേനേക്കാട്ടും സ്ട്രോങ് ആയിട്ടുള്ള നമ്മളുടെ ക്വാർട്ടർ ഫൈനൽസ് മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് നമുക്ക് ഈ മത്സരങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അറിയാം. ഈ പ്രാവശ്യത്തെ സിൽവർ ഹിൽസ് ട്രോഫി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ടൈറ്റ് ആണോ മാച്ചൊക്കെ? ആരെ സപ്പോർട്ട് ചെയ്യാനാ വന്നിരിക്കുന്നത്? സിൽവർ ഹിൽസിനാണ്. ഓക്കെ. സോ നമ്മളെ കൂടെ ഇവിടെ ഉള്ള കുറച്ച് പാരൻസ് ആണ് സിൽവർ ഹിൽസിലെ. ഇവരൊക്കെ പഴയ സ്പോർട്സിന്റെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേരെന്തായിരുന്നു? ഷെരീഫ്. ഓക്കെ. സ്പോർട്സ് എന്തെങ്കിലും? സ്പോർട്സ് ഫുട്ബോൾ, ക്രിക്കറ്റ് ഈവൻ്റാണ്. 100 മീറ്റർ റേസ് ചെയ്യായിരുന്നു സ്കൂൾ ടൈമിലൊക്കെ. ഓക്കെ. ഇപ്പോൾ ഇവിടെ പേരൻസിൻ്റെ ഒരു ടീം തന്നെ ഉണ്ട്, ഫുട്ബോൾ ടീം. നമുക്ക് നമ്മളിവിടെ കളിക്കുക, എല്ലാ വീക്കെൻഡിലും കളിക്കുന്നുണ്ട്, ഞായറാഴ്ചയൊക്കെ. ഓക്കെ, അതിലൊരു പ്ലെയറാണ് ഇതാ. രാജേഷ് ഫുട്ബോൾ കളിക്കാറുണ്ട്, ക്രിക്കറ്റും കളിക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ സിൽവർ ട്രോഫി എങ്ങനെ നടക്കുന്നുണ്ട്? അഭിപ്രായം? സൂപ്പറാണ്. എന്താണ് ബാക്കിയുള്ള വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഈ വർഷം തോന്നിയിട്ടുള്ളൊരു കാര്യം? ഈ വർഷം ഓൾ ഇന്ത്യ ടൂർണമെൻ്റ് ആണ്. ലാസ്റ്റ് ഇയർ വരെ സൗത്ത് ഇന്ത്യൻ പാർട്ടിസിപ്പൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം നാഷണൽ ലെവൽ ഓൾ ഇന്ത്യൻ മുംബൈ, UP എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്തു. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഗെയിമാണ് സോഫാർ നടന്നത്. പിന്നെ ഇപ്രാവശ്യത്തെ ട്രോഫി പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ഇവിടെ 14 ഞാനൊരു 7, 8, 9 വർഷം ഇതിൽ ഗ്രൗണ്ട് കമ്മിറ്റി തന്നെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം കൂടുതലും എന്താണെന്ന് വെച്ചാൽ പുറമുള്ള ടീമുകൾ ഓൾ ഇന്ത്യ, സൗത്ത് ഇന്ത്യ വരെ അതിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലേക്ക് വന്നപ്പോൾ നല്ല ടീമുകൾ വരാൻ പറ്റിയില്ല. നല്ല സ്പോർട്സ് ഹോസ്റ്റലുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബെറ്റർ ടീമാണ് അവിടെ വന്നത്. അതുകൊണ്ട് നല്ല കളിയും ടൈറ്റ് മാച്ചാണ് പ്രതീക്ഷിക്കാം. ഓക്കെ. So with full hope for Silver Hills winning the trophy, നമ്മളുടെ പാരൻസ് എല്ലാവരും കൂടെ ഉണ്ട്. So let's hope for the best. ഓക്കെ, പേരെന്താണ്? ഹാബിസ്. ഹാബിസ് ഇവിടെ? ഞാനിവിടെ +2 പഠിക്കുന്നു. അപ്പോൾ എത്ര കൊല്ലമായി സിൽവർ ട്രോഫി കാണുന്നു? ഞാൻ 12 കൊല്ലേ. 12 വർഷം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് നിനക്കായിരിക്കും അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ മാച്ചൊക്കെ? മാച്ചസൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ആ ടൈറ്റാണ്. സിൽവർ ഹിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ അല്ലാണ്ട് ഞാൻ പിന്നെ വേറെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ. സോ ഇവിടെയും നമ്മൾ സിൽവർ ഹിൽസ് സപ്പോർട്ടറിനെയാണ് കണ്ടിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ബൈ. So we have today Mr. Kumareshan, esteemed coach. So over to you. Welcome from Kozhikode and Silver Hills, sir. So how's the match going? நல்லபடியாக போயிட்டுருக்கு மேட்ச். எங்களுக்கு என்ன எதிர்பார்த்து வந்தோமோ அதோட அதிகமாகவும் இட்ஸ் கோயிங் அண்ட் ஃபைன். ஓகே. ഇവിടെ ക്ലൈമറ്റ് அப்படி ஏதாவது பிரச்சனை இருக்கா? இல்லை, அந்த மாதிரி அது இல்லை. பட் வி ஆர் என்ஜாயிங் த கிளைமேட். சென்னையில் வி
feel so hot in today. In Kerala வந்து கிளைமேட்டில் மழை பெஞ்சிட்டு இருக்கனால we are enjoying and also do the play. So matches ഒക്കെ ടൈറ്റ് ആണോ? How are the players playing? Are they doing well? அவங்க என்ன ஒரு சூழ்நிலை வந்தாலும் எங்களோட இன்ஸ்ட்ரக்ஷன் பிரகாரம் they are playing well. So how's the food and everything here? Are you enjoying it? நாங்கள் என்ஜாய் பண்ணுறோம் கண்டிப்பாகவே. நாங்களும் சரி பிளேயர்ஸும் சரி we are enjoying the food. ஏன்னா this is the new that இன்னைக்கு காலையில் we had that புட்டு. அது வந்து எங்களுக்கு நல்லா பசங்களும் they are nice நல்லா இருக்குன்னு சொன்னாங்க, நல்லா விரும்பி சாப்பிட்றாங்க. நீங்கள் எத்தனை வருஷம் கோச்சிங் பண்ணுறேன்? 14 years 14 வருஷமாக அங்கே பண்ணிட்டு. Why did you come into basketball? Since childhood were you into this? சைல்ட்ஹுட்டில் அது மாதிரி இல்லை எங்களுக்கு. ஆஃப்டர் த எங்கள் ப்ரொஃபஷனுக்கு வந்ததுக்கப்புறம் வி லைக் த பேஸ்கெட்பால். அதனால் You are also playing with them? எஸ் அடுத்த டைம் ப்ராக்டிஸ் பண்ணும்போது நான் பசங்களோட நல்லா விளையாடுவேன். Hoping for the best. Thank you for talking with us. Thank you. So now we have Diya and Daya from 9th standard with a commentary of the match. Over to Diya. Now the match is between Vellamala Chennai and PHS. Vellamala is on the lead with 55 points and the other team has 23 points. Now it's the fourth period and it seems that Vellamala will win the match. Yes, the match is going tighter? Yes, ma'am. Yes. Okay, so did you find any favorite player in the match today? Yeah, everyone is playing nicely. There's no like someone like specially. Yeah, everyone is doing well. So it's a teamwork? Yes, very much. Yes, very much. So what is the difference that you found between the previous matches and this match? Did you? Previous matches was very tighter than this one. Okay. You found this a little more easier for the team, winning team. Okay, so that's it. Thank you. So now we have some of our alumni here who are also basketball players. പേരെന്താണ്? മാസിൻ. ശ്രാവൺ. Okay, so ഏത് വർഷമായിരുന്നു ഇവിടെ പഠിച്ചേ? 2022. 2020. അപ്പോൾ എങ്ങനെയുണ്ട് ആ പ്രാവശ്യത്തെ ഒരു മെമ്മറീസ് ഒക്കെ വെച്ച് നോക്കുമ്പം? നിങ്ങൾ കളിച്ചിരുന്ന സമയത്ത് ഏറ്റവും വലിയ ടഫസ്റ്റ് മാച്ച് ഏതായിരുന്നു? ഞാൻ 5th പഠിക്കുമ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നില്ല ഏറ്റവും അടിപൊളി. അപ്പോൾ പാരൻസും പി ടി എക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നത്. വേറെ പിന്നെ ഇവരൊക്കെ മാച്ച് നമ്മൾ ലാസ്റ്റ് സിൽവർ ട്രോഫി 2020 ഫൈനൽ മാച്ച് നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. ചാമ്പ്യൻഷിപ്പ് ഏതെങ്കിലും വർഷം കിട്ടിയിട്ടുണ്ടോ? ചാമ്പ്യൻഷിപ്പ് 2015 14 15 ഇയർ ഒന്നും ഓർമ്മയില്ല. 17 ഇതേപോലെ സിൽവേഴ്സിൽ അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. Thank you so much. This is Gayatri Pradeep going on live with Silver Hills High Secondary School. Today we are on the second day of Silver Hills Trophy and we have quite nerve-wrenching performance here going on. This is the quarterfinals and we are waiting for the winners to be announced soon. Thank you. Okay, so today we have Geeta ma'am here. She's a former teacher of Silver Hills and she's still a member of Silver Hills. So ma'am, how are you feeling? I'm feeling very good and I just came for a visit here. I got retired 2 years back in 2022 March and today I got invitation because this is the 50th golden year of Silver Hills and well I was a faculty working member in this institution. All the basketball tournament we used to visit. I was a faculty in Silver Hills Public School and this management has given the children, I still feel that I'm still in this campus because that feel you get that you're at home, as if we have come to our own Tharwad we feel. So I feel so happy to see that the management is still continuing this legacy of sports and even the cultural events where I was a backbone in Silver Hills Public School because I was round the clock working for the talent, behind the talents of the children to take them to various competitions, especially the Savodaya and all. So I feel so happy that this nostalgic feel is coming in me today when I saw the children and still the tournament is going on in full swing without any break. I wish all the very best and may God give all the blessings to this institution to fly up in flying colors in all the events and especially in the education field as well as in the cultural events. So wish you the very best for the school and my well wishes to all the faculties over here and especially our beloved principal Father John Manathara who is a person who really guides, who goes extra mile for bringing up the talent of the children.
and I also worked under him when he was a principal in the public school. So I wish him all the very best to continue this legacy, and all our prayers for the school. Thank you. Thank you so much, ma'am. Okay, so how's the spirit? Very nice. കുറച്ചും കൂടി എനർജിയിൽ ടുഗെദർ. ഹൗസ് ദ സ്പിരിറ്റ്? കുറച്ചും കൂടി എനർജി ഇതേ ഉള്ളൂ. സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിലല്ലേ? ഓക്കെ, ഫൈനൽസിന് കാണാം. ഓക്കെ, സോ ദേ ആർ സേവിങ് ദർ എനർജി ഫോർ ദ ഫൈനൽസ്. ലെറ്റ്സ് ഹോപ്പ് ടു വിൻ. ബൈ ഗൈസ്. സോ നമ്മളുടെ കൂടെ ഉള്ളത് നമ്മളുടെ ടോളസ്റ്റ് പ്ലെയർ ആണ്. ഞാൻ കണ്ടതിൽ ആളാണ് ഏറ്റവും ടോൾ. പേരെന്താണ്? അക്ഷയ്. അക്ഷയ് ഏത് സ്കൂളിലാ? സെന്റ് ജോസഫ്. ഓക്കെ, അക്ഷയ്ക്ക് ഇവിടെ വന്നപ്പോൾ എന്താ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായി തോന്നിയോ? നല്ല സ്ഥലമാണ്, സ്കൂളൊക്കെ കൊള്ളാം, പിന്നെ കളിക്കേണ്ട കോർട്ടൊക്കെ കൊള്ളാം, നല്ല അന്തരീക്ഷം. മാച്ചസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാച്ച് കൊള്ളാം, നല്ല മാച്ചൊക്കെ. ടൈറ്റ് വലിയ ടൈറ്റ് അല്ലായിരുന്നു, എന്നാലും ജയിച്ചു. 15 പോയിന്റ് ലീഡിനൊക്കെ ജയിച്ചു. ഹൈറ്റിനെ കൊണ്ട് അക്ഷയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ? ഫസ്റ്റ് ആദ്യത്തെ വർഷം തന്നെ എനിക്ക് കളി തുടങ്ങി. ആ സമയത്ത് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് ഫസ്റ്റ് നാഷണൽസ് അങ്ങനെ കളിച്ച് കയറാൻ പറ്റി. പിന്നെ നെറ്റ്ബോൾ വേറെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിലും കിട്ടി നാഷണൽസ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. സോ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ബാസ്കറ്റ് ബോളിൽ ടോളായാൽ നല്ല പ്രിഫറൻസ് കിട്ടും, നമുക്ക് പെട്ടെന്ന് ബാസ്കറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് സത്യമാണോ? സത്യം തന്നെ. കൈ ഇങ്ങനെ നീട്ടിയാൽ തന്നെ എത്തുമോ? എത്തും. അത് നല്ല ബെനിഫിറ്റ് അല്ലേ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുന്ന സമയത്ത് ടീമിന്? എത്ര വർഷമായി ട്രെയിൻ ചെയ്യുന്നു? ഞാൻ 10 കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത്. ഇപ്പം ഏത് ക്ലാസ്സിലാണ്? ഇപ്പോൾ പ്ലസ് ടു. സോ ജസ്റ്റ് 2 years ആയിട്ടേ ഉള്ളൂ, പക്ഷെ ആൾ നാഷണൽ ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ട്. നല്ല അച്ചീവ്മെന്റ് ആണ്. കോഴിക്കോടൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഫുഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. അടിപൊളിയാണ്. ഇവന്ന് ഇവിടെ ഉണ്ടായാലും എന്താ ചാലഞ്ച് ഉണ്ടായിരുന്നോ ഗെയിംസിൽ? ചാലഞ്ച് റീബൗണ്ട് കുറച്ച് പാടായിരുന്നു, പിന്നെ വേറെ ഒന്നും. ഇനിയിപ്പം വിന്നേഴ്സ് ആവോ ഈ വർഷം? ഹോപ്പിംഗ്. താങ്ക് യു സോ മച്ച് അക്ഷയ്. ഓൾ ദി ബെസ്റ്റ്. ഹലോ, മാച്ചസ് ഒക്കെ എങ്ങനെയുണ്ട് ചോദിക്കട്ടെ? ബാ, മാച്ചൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അടിപൊളിയാണോ? മാച്ച് കണ്ടോ? ഏത് മാച്ചാ കണ്ടേ? സിൽവേഴ്സിന്റെ മാച്ച് കണ്ടോ? എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ വേറെ കളി കളിക്കുക. എന്താ കളിക്കുന്നേ? കിങ്സ്. ബാസ്കറ്റ് ബോൾ ഇഷ്ടമാണോ? ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ സ്കൂളില്? സിൽവേഴ്സിലെ പ്ലെയേഴ്സിനൊക്കെ ഇഷ്ടമാണോ? മാച്ച് കണ്ടോ? കുഴപ്പമില്ലാത്ത മാച്ചായിരുന്നു. ടൈറ്റ് മാച്ചാണോ? എല്ലാവരും ഓടുന്നത് കണ്ടപ്പോൾ പേടിയായോ? പേടിന്ന് പറഞ്ഞാൽ ഞാൻ ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയതുകൊണ്ട് എനിക്ക് പേടിയില്ല. നമ്മളിവിടെ ഒരു കുഞ്ഞു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണുള്ളത്. പേരെന്താണ്? ഗൗതം. ബാസ്കറ്റ് ബോൾ എത്ര കൊല്ലമായി കളിക്കണു? 1 വർഷം. 1 വർഷമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ആളാകുമ്പോൾ ഇങ്ങനെ പ്ലെയർ ആയിട്ട് വരുമോ? ഉറപ്പായിട്ടും. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ഗൗതം ടു ബി എ വെരി ഫേമസ് പ്ലെയർ ഹിയർ ഇൻ സിൽവേഴ്സ്. എല്ലാവരും പ്ലെയേഴ്സ് ആണോ? നിങ്ങൾക്ക് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണോ? ഓക്കെ, സോ യങ് ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ് ആണ് നമ്മളിവിടെ ഉള്ളത്. ഫ്യൂച്ചർ പ്രോമിസസ് ഓഫ് സിൽവേഴ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ള സിൽവേഴ്സ് പബ്ലിക് സ്കൂളിലെ നമ്മളുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ആണ്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേര്? അർജിത, ലിസി, പ്രവീൺ, പ്രബീഷ്, ബിന്ദു, സുനിത. എല്ലാവരും ഐസ്ക്രീം ഒക്കെ വാങ്ങിയിരിക്കുകയാണ്. കുട്ടികളെ കളിയൊക്കെ കണ്ടപ്പോൾ ചെറുപ്പകാലം ഓർമ്മ വന്നോ? അതുകൊണ്ടാണ് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നത്. കളിയൊക്കെ എങ്ങനെയുണ്ട്? കളി നല്ല ഉഷാറ് കളിയാണ്, നല്ല സൂപ്പർ കളിയാണ്, അടിപൊളി കളിയാണ്. എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളിയാണ്. ടഫായിരുന്നു ഇപ്രാവശ്യത്തെ മത്സരങ്ങള്? ഇപ്രാവശ്യം എന്താ ഒരു പുതുമയായിട്ട് തോന്നിയ എന്താ ഈ വർഷത്തെ ഒരു പരിപാടിയില്? ഇന്റർനാഷണൽ ആയിട്ട് അതിന് വരുന്ന കുട്ടികളുണ്ടായിരുന്നു. ഇതുവരെ കേരളത്തിലുള്ളായിരുന്നു. ഇപ്പോൾ പുറമേ നിന്നുള്ള കുട്ടികൾ കൂടി വരുന്നുണ്ട്. അവിടെ വന്ന് അവരെ പെർഫോമൻസ് കാണാൻ പറ്റി. നല്ല സ്ട്രോങ് ആണ്. പിള്ളേരൊക്കെ സപ്പോർട്ട് ചെയ്തോ? നല്ലോണം സപ്പോർട്ട് ചെയ്തു. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ശരി, ബൈ ബൈ. തത്സമയം സിൽവർ ഹിൽസ് ന്യൂസിന് വേണ്ടി ഗായത്രി പ്രദീപ്, ക്യാമറാമാൻ സുബിൻ മാത്യുവിനോടൊപ്പം സൈനിങ് ഓഫ് ഫ്രം കാലിക്കറ്റ്. താങ്ക് യു സോ മച്ച്.